ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റവ കേസരി റെസിപ്പി ആയിട്ടാണ്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം ആ നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് റവ കേസരി. അണ്ടിപ്പരിപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉണക്കമുന്തിരിങ്ങ ഇടാം. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് വറുത്ത് കോരാവേ. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ആ പാനിലേക്ക് തന്നെ ഞാൻ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ആ റവ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൊരിയുന്ന പോലെ വറുത്തെടുക്കണം. പക്ഷെ കരിഞ്ഞു പോവുകയൊന്നും ചെയ്യരുത്. ഞാൻ ഈ സമയത്ത് 1 സ്പൂൺ നെയ്യ് കൂടെ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഞാൻ ആ വറുത്ത റവ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലോട്ട് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പാലാണ് വേണ്ടത്. ഞാൻ ഇനി 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് വരെ വെള്ളം ആവശ്യമുണ്ട്. നമ്മൾ അതിൽ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ചിലർ കോരി കഴിക്കുന്ന രീതിയിലാണ് റവ കേസരി ഉണ്ടാക്കുന്നത്. എനിക്ക് പക്ഷേ ഇച്ചിരി കട്ടിയായിട്ട് വേണ്ടതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം കുറച്ചാണ് ചേർക്കുന്നത്. ഞാൻ ഇച്ചിരി യെല്ലോ കളറും കൂടെ ചേർക്കുകയാണ്. ഓറഞ്ച് കളറോ യെല്ലോ കളറോ ആണ് സാധാരണ റവ കേസരിയുടെ നിറം. നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാവേ. നമുക്കിനി തീ കുറച്ച് വെച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്ന റവ കുറച്ചായിട്ടിട്ട് ഇളക്കിയെടുക്കാം. ഒറ്റയടിക്ക് ഇട്ട് കഴിഞ്ഞാൽ മൊത്തം കട്ടയായി പോകും. ഇതിപ്പോൾ കുറുകി വരുന്നുണ്ട്. മൊത്ത റവയും ഞാൻ ഇട്ടു. നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കുറുകും. കളറ് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കളറ് ചേർക്കണ്ട. ഞാൻ പിന്നെ ഇതൊരു ഭംഗിക്ക് വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. ഈ സമയത്ത് ഞാനൊരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യുള്ളൂ.
ഈ പരുവാകുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചസാര എന്നാണ് കണക്ക്. ഞാൻ പക്ഷേ 3/4 കപ്പ് എടുത്തിട്ടുള്ളൂ. അതെല്ലാവരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ ഒന്നുകൂടെ ഇത് ലൂസാവും. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാവുന്നതാണ്. എനിക്ക് നെയ്യുടെ ചുവ ഒത്തിരി വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. പാനിൽ നിന്ന് വിട്ടുവരുന്ന ഈ പരുവമാണ് ഇതിൻ്റെ കണക്ക്. നമ്മുടെ റവ കേസരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ട് കാണിക്കാവേ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.